കൊല്ലം അഞ്ചൽ ഒഴുക്കുപാറയ്ക്കലിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് തീപിടിച്ചു. കാറിലുണ്ടായിരുന്നയാൾ വെന്തു മരിച്ചു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മനോജ് ചേരുന്നു. മനോജ്, ഈ അപകടവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ. രോഹിണി, കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം നടന്നതെന്ന് വിലയിരുത്തുന്നത്. രാവിലെയോടെയാണ് നാട്ടുകാർ ഇത് കാണുന്നത്. അതായത് അഞ്ചൽ ഒഴുക്കുപാറയിലാണ് ഇത്തരത്തിലൊരു കാർ വന്ന ശേഷം ഈ താഴ്ചയിലേക്ക് മറിഞ്ഞ് അത് തീ പിടിച്ച നിലയിൽ കാണപ്പെടുന്നത്. എന്തായാലും അതിനകത്ത് ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ വെന്തു മരിച്ച നിലയിലാണെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം ഈ കാറ് മറിഞ്ഞ ശേഷം മുഴുവനായി തീ പിടിക്കുകയായിരുന്നു. ശരീരം മുഴുവനും വെന്ത് നശിച്ച നിലയിലായിരുന്നു. തുടർന്ന് ഇവിടെ എത്തിയ നാട്ടുകാരൊക്കെ ചേർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചു വരികയാണ്. ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് കാറിന് തീ പിടിച്ചതെന്നോ ഉള്ള വിവരം പ്രാഥമികമായി തന്നെ പോലീസിന് ഈ ദൃശ്യങ്ങളിലൂടെ മാത്രമേ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ളൂ. ഇനി കൂടുതലായി അന്വേഷിച്ച് വരികയാണ്. സ്വാഭാവികമായിട്ടുള്ള ഒരു അപകടമായിരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിന് പിന്നിലുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോറൻസിക് വിഭാഗം ഈ സ്ഥലത്തേക്കെത്തി ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. കൃത്യമായും ഇത് പരിശോധനയ്ക്ക് അയച്ച ശേഷം മാത്രമേ ആരാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റ് മിസ്സിംഗ് കേസുകളൊക്കെ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചന ഈ കാറിനെ കുറിച്ചോ അല്ലെങ്കിൽ ആളിനെ കുറിച്ചോ ലഭിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ അത് ലഭിച്ച ഉടൻ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ മറ്റ് നടപടികളൊക്കെ സ്വീകരിച്ചു വരികയാണ്. കാറ് മുഴുവനും ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കത്തിയ നിലയിലാണ്. കൂടുതൽ താഴ്ചയിലേക്ക്, അതായത് ഒരു റബ്ബർ തോട്ടമാണ്, ഈ റബ്ബറുകളൊക്കെ മുറിച്ച ഒരു സ്ഥലം കൂടിയാണ്. അവിടേക്കാണ് ഈ കാറ് മറിഞ്ഞിരിക്കുന്നത്. കാർ മറിഞ്ഞ് മുഴുവനും തീപിടിച്ച് അതിനകത്ത് ഒരാളുണ്ടായിരുന്നതായാണ് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്. ഈ ശരീരമാണ്, അതായത് വെന്ത് നശിച്ചിട്ടുള്ള ഒരു ശരീരമാണ് അതിനകത്ത് നിന്നും കാണാൻ സാധിച്ചത്. എന്തായാലും നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസും ചേർന്നാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത്. പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് മറ്റു തരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തി വരികയാണ്.